എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2-3 ദിവസത്തിന് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പുതിയ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. പഴയ വീട്ടിൽ നിന്ന് മാറി വരുന്ന ദിവസത്തെ കുറച്ച് വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ പിള്ളേരെ കൊണ്ടുവരാൻ വേണ്ടി കൊല്ലത്തുനിന്ന് റെസ്ക്യൂ ചെയ്യുന്ന ദേവയായിരുന്നു ഞാൻ വിളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദേവ വന്ന് ഇവരെ പിടിച്ച് വാക്സിനൊക്കെ എടുത്തിട്ട് ദേവയുടെ വണ്ടിയിൽ തന്നെയാണ് ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു വാക്സിൻ എടുക്കാൻ പിടിക്കാൻ വേണ്ടി. അപ്പോൾ കടിക്കാൻ നിന്ന് പിന്നെ പിള്ളേർ കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. ആദ്യമായിട്ടല്ലേ ഒരാൾ അവരുടെ അടുത്ത് വരുന്നതും ഒക്കെ. ഞങ്ങളെ മാത്രമല്ലേ എപ്പോഴും കാണുന്നത്, പിന്നെ വഴിയെ പോകുന്നവരെ മാത്രമേ കാണത്തുള്ളൂ ജനലിൽ കൂടെ. അപ്പോൾ ആദ്യമായിട്ടൊരാൾ വന്നപ്പം അതിൻ്റേതായ ദേഷ്യവും വഴക്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും കുറച്ച് വേദനിക്കേണ്ടി വന്നെങ്കിലും ഒരു വേറെ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ കൊണ്ടുവന്ന്. പിന്നെ വന്നതിന് ശേഷം കുറേ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒതുക്കി പറക്കി വയ്ക്കാനും പരിസരം കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുപ്പൊന്നും നടന്നില്ല. പിന്നെ ഇന്ന് മുതലാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയത്. അപ്പോൾ രാവിലെ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിക്കിന്ന് ക്യാബേജ് തോരനും രസവും ഉണ്ടാക്കി. പിന്നെ കുറച്ച് മീൻ അവന്മാർക്ക് വറുത്ത് മാറ്റി വെച്ച് ഞങ്ങൾക്കുള്ള മീനും അത് കുറേശ്ശെയായിട്ട് വറുക്കുന്നുണ്ട്. പിന്നെ ചിക്കും ബ്ലാക്കിയും ഗോബും എല്ലാം നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നു. അവന്മാർക്ക് ഓടിക്കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. ചുറ്റുമതിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേറെ ഒന്നും പേടിക്കണ്ട. പിന്നെ കുറേ നേരമൊക്കെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഞാൻ ചിക്കുവിനെയും ബ്ലാക്കിയും കൂട്ടിനകത്ത് ഇടും കേട്ടോ. എന്നിട്ട് ഗോപുവിനെ സിറ്റ് ഔട്ടിൽ കെട്ടിയിടും. കാരണം ബാക്ക് ഭാഗത്ത് മതിലിനോട് ചേർന്നാണ് തുണി കഴുകുന്ന കല്ല്. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ കയറിയെന്ന് അവന്മാർക്ക് പുറത്ത് ചാടാൻ പറ്റും. അപ്പോൾ എൻ്റെ ജോലിയൊക്കെ ഒതുങ്ങുമ്പോഴാണ് ഞാൻ അഴിച്ചു വിട്ടിട്ട് അവരുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ വീടിൻ്റെ പുറക് സ്ഥലത്ത് കുറേ റബ്ബറും തോട്ടമാണ്. അപ്പോൾ അവിടെയാണ് ഇവിടെ അടുത്തുള്ള എല്ലാവരും ആഹാരത്തിൻ്റെ വേസ്റ്റും എല്ലാം കൊണ്ട് കളയുന്നത്. അപ്പം ഒരുപാട് ഡോഗ്സ് ഉണ്ട് അവിടെ ഇത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇവന്മാർ പുറത്ത് പോയി കഴിഞ്ഞാൽ കടി കൊള്ളും. അതുകൊണ്ട് അഴിച്ചു വിടുമ്പോൾ ഞാൻ കൂടെ നിൽക്കും. ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവിടെ ഇത്തിരി നല്ലപോലെ ഷീറ്റൊക്കെ വെച്ച് പൊക്കി കെട്ടിക്കഴിഞ്ഞാൽ അവന്മാർ ചാടി പോകത്തില്ല. എപ്പോഴും അഴിച്ചു വിടാം. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞങ്ങൾ പുതിയ വീട്ടിൽ നിന്നാണ് ഇനി വീഡിയോ ഇടുന്നത്. കുറേ വർഷത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീടെന്നുള്ളത്. അപ്പോൾ ഇത്ര പെട്ടെന്നൊക്കെ ആവുമെന്നൊന്നും കരുതിയില്ല. ഞങ്ങൾ താമസിച്ചെടുത്ത് തന്നെ വസ്തു മേടിച്ചൊരു കുഞ്ഞു വീട് വെക്കണമെന്നായിരുന്നു ആഗ്രഹം. കാരണം ഈ പിള്ളേരെ പുറത്തൊന്നും കൊണ്ടുപോക്ക് നടക്കത്തില്ല. ഞങ്ങൾ വീട് മേടിച്ച് വരുന്ന സന്തോഷത്തേക്കാളേറെ ഭയങ്കര ടെൻഷനും സങ്കടമായിരുന്നു ഇവരെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത്. ഇവന്മാരാരും വണ്ടിയിലൊന്നും കയറത്തില്ല. ചിക്കുവും ബ്ലാക്കിയും കുഴപ്പമില്ല, പക്ഷേ ഗോപുവിനെ ഭയങ്കര പാടാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് മാറി വന്നപ്പം തന്നെ അവനെ പിടിക്കാനും അവനെ വാക്സിൻ എടുക്കാനും കൊണ്ടുവരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അവിടെ തന്നെ വീട് വെക്കാമെന്നാണ് കരുതിയത് വസ്തു മേടിച്ച്. പക്ഷേ അവിടുത്തെ വസ്തുവിൻ്റെ വിലയും പിന്നെ ഒരു വീട് വെക്കുന്ന ഇതും കൂടെ നമ്മുടെ കയ്യിലുള്ള പൈസയിൽ ഒതുങ്ങത്തില്ലായിരുന്നു. പിന്നെ കുറേ നാളുകൊണ്ട് ഇങ്ങനെ OLXിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ കുറേ നോക്കിയായിരുന്നു. അപ്പോൾ കുറേ വീടുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ സ്ഥലമില്ല. എല്ലാം 2.5 സെൻറ്റ് 3 സെൻറ്റ് അങ്ങനെ. നമ്മൾ വലിയ ആർത്തിയൊന്നുമല്ല വസ്തുവിനോട്. പക്ഷേ നമ്മുടെ പിള്ളേർക്ക് ഇത്തിരി ഓടിക്കളിക്കാനും കുറച്ച് പച്ചക്കറിയൊക്കെ നടാനും കുറച്ച് മരങ്ങളൊക്കെ നടാനും ഒക്കെ സ്ഥലം വേണം. അപ്പം നമ്മുടെ കയ്യിലുള്ള കുറഞ്ഞൊരു 7.5-8 ലക്ഷത്തിനകത്ത് എവിടെയെങ്കിലും വീട് കിട്ടുമെന്ന് കുറേ നാൾ നോക്കിയിരുന്നു. അപ്പം എനിക്ക് വീട് മേടിക്കുന്നതിന് ചുറ്റും കുറേ മരങ്ങൾ വേണം, അതുപോലെ തന്നെ പച്ചക്കറി വേണം. ഇവർ ഓടിക്കളിക്കാൻ ഇവർക്ക് സ്ഥലം വേണം. നമ്മൾ സ്വന്തമായിട്ടൊരു വീടൊക്കെ മേടിക്കുമ്പോൾ അവർക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാതാവരുതല്ലോ. അവരും ഓടിക്കളിക്കണം. അവരുടെ ഉള്ള കാലത്തോളം അവരും സന്തോഷമായിട്ടിരിക്കണം എന്ന് കരുതി. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ നാൾ നോക്കിയിരുന്നപ്പം ദൈവമായിട്ട് കൊണ്ടുവന്നതാണ് ഈ വീടും സ്ഥലവും. അവന്മാർക്ക് ഓടിക്കളിക്കാൻ സ്ഥലമുണ്ട്, ആഗ്രഹിച്ച പോലെ ഒരുപാട് മരങ്ങളുണ്ട്, ഇനി നടാനും സ്ഥലമുണ്ട്, പച്ചക്കറി നടാനും സ്ഥലമുണ്ട്. എല്ലാം കൊണ്ടും നമുക്ക് വിധിച്ചിരുന്നത് ഇത് തന്നെയാണ്. എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നൊരു ഒതുങ്ങിയ കുഞ്ഞൊരു വീടും അവന്മാർക്ക് ഓടിക്കളിക്കാൻ വേണ്ടുന്ന സ്ഥലവും ഒക്കെ ഉള്ളൊരു കൊച്ച് സ്വർഗം തന്നെ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഇവിടെ ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകി. അപ്പോൾ നമുക്കിവിടെ കിണറില്ല കേട്ടോ, പൈപ്പ് വെള്ളമാണ്. ഇനി കുറേ നാളുകൂടെ കഴിഞ്ഞ് കടമൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്ക് ഒരു കൊച്ചു കിണറൊക്കെ വെട്ടണം. പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഗോപുട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ അവൻ എന്നെ അഴിച്ചു വിടാൻ വേണ്ടി സോപ്പിടുകയാണ് കേട്ടോ. മറ്റേത് അടുത്ത് വരെ ചെല്ലുമ്പോഴത്തേനും മുറുമുറാൻ നിൽക്കുന്നത്. ഇന്നിപ്പം ഭയങ്കര സന്തോഷം ഇവിടെ വന്നതിന് ശേഷം. അപ്പം ഞാൻ അടുത്ത് വന്നിരിക്കുമ്പോഴത്തേനും വന്നിരുന്ന് സോപ്പിട്ട് കഴിഞ്ഞാൽ അഴിച്ചു വിടുമല്ലോ.
അങ്ങനെ അവൻ അവിടെ ഭയങ്കര ബഹളമാണ്. പിന്നെ അവനെ അഴിച്ചു വിട്ടിട്ട് കുറേ തുണി കഴുകിയതും പിന്നെ കഴുകാനും ഉണ്ടായിരുന്നു. അതെല്ലാം കഴുകി ഉണക്കാൻ വേണ്ടി ഇടുകയാണ് കേട്ടോ. 2 ദിവസമായിട്ട് മഴയും ഒക്കെ ആയതുകൊണ്ട് കൊണ്ടുവന്ന തുണികൾ കഴുകിയിട്ട് കുറേ കൊണ്ടുവന്നതൊന്നും ഉണക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്നലത്തെയും അതിന് മുമ്പുള്ളതും ഒക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകി ഇന്ന് വെയിൽ കണ്ടപ്പോൾ ഉണക്കാനിടുകയാണ്. അപ്പോൾ ഗോപൂട്ടനെ അഴിച്ചു വിടുമ്പോൾ ഓടിയുള്ള ഗേറ്റിൻ്റെ അവിടെ പോകും. എല്ലാണോ അങ്ങനെ തന്നെ. മറ്റേത് ആ വീട്ടിനകത്ത് ആ ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കുമ്പം കാണുന്ന കാഴ്ചകളല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ ഓടിച്ചെന്ന് റോഡിൻ്റെ അവിടെ ചെന്നാൽ വണ്ടി പോകുന്ന കാണാം, ആൾക്കാരെ കാണാം. അവന്മാർ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കുറേ തുണികളൊക്കെ ഉണക്കാനിട്ട് അതെല്ലാം ഉണക്കി പറക്കി വെച്ച് കുളിച്ചതിനൊക്കെ ശേഷമാണ് വൈകുന്നേരം മുറ്റം തൂക്കാൻ. ഞാൻ വന്നപ്പോൾ തന്നെ കുറേയൊക്കെ തൂത്ത് വൃത്തിയാക്കി എൻ്റെ പോച്ചയെല്ലാം പറിച്ച് വീടിന് ചുറ്റുമുള്ളത് മാത്രം, ബാക്കി ഫ്രണ്ടിലോട്ടുള്ള സ്ഥലത്തൊന്നും ഞാൻ അവിടെയൊന്നും വൃത്തിയാക്കിയില്ല. പിന്നെ ഇനി കുറേശ്ശെ നമുക്ക് എല്ലാം ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ കാശിക്കുട്ടനാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ചെടികളുടെയൊക്കെ വീഡിയോ എടുപ്പോൾ ചെടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കാട് പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുറേയൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞ് ഇനി നമുക്ക് കുറേശ്ശെ പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിക്കണം. പിന്നെ ഗോപൂട്ടൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ചിക്കൂട്ടനെയും ബ്ലാക്കിയും ഒറ്റ കൂട്ടിലാക്കിയിട്ട് ഇനിയിപ്പോൾ ഗോപൂട്ടനെ പിടിച്ച് കെട്ടിയിട്ട് ഇവരെയും കൂടെ അഴിച്ചു വിടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ.